ഇവിടുത്തെ വണ്ടിയോ ഇവിടെ വണ്ടിയോ അവിടെ വന്നിട്ടുണ്ടോ? അവിടെ കേട്ടിട്ടുണ്ട്. അമ്മച്ചി വരിച്ചപ്പം അത് മുമ്പ് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഞാൻ പോരാത്തന്നെ ചെറിയ കാര്യമില്ല. സുമിയെ അറിയോന്നോ? സുമിയെ കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ, പിന്നെ എന്നാലും അറിയും. പിന്നെ തീർച്ചയായിട്ടും ശീല അവിടെ ഇരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ട് സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും കരയുന്നു. ഇമ്മോന്റെ പേരെന്നാ? മോന്റെ പേര് മെൽവിൻ. ആ, നല്ല പേരാണല്ലോ. ശരി. മൂത്ത പേര് മാർട്ടിൻ. ചെപ്പടി വ്യത്യക്കാരൻ വന്ന് ഗുണാപ്പും പൊട്ടിക്കൊണ്ട് നോക്കി സിനിമ ഇതിനകത്ത് ശരിയായ ചേച്ചിയെ നോക്കുക, ഒന്ന് ചോദിച്ച് എന്നെ അറിയുമോന്ന് ചോദിച്ച്. അവള് ചിരിക്കും കേട്ടോ. അവള് ചിരിക്കും കേട്ടോ. ഇവിടെ ചിരിക്കും. ചോദിച്ചോ ചേച്ചിയെ കണ്ടോ? ചേച്ചിയെ കണ്ടോ? ഇങ്ങോട്ട് ചോദിക്കട്ടെ. ചോദിക്കട്ടെ. അതില്ല ഒറിജിനാലിറ്റി ഇനി അതിന്റെ ഫോട്ടോ എടുത്താൽ കുറെ നന്നായിരിക്കും. ആ ഫോട്ടോ ഒന്ന് എടുത്താൽ രണ്ടുപേരും വഴക്കുണ്ടാകും. അങ്ങനെ കുറെ കഴിയുമ്പോ മൂത്തം കരഞ്ഞോണ്ട് വരും. ടാക്സ് കിട്ടിയുള്ളൂ, അത് ലീഗലല്ല, അങ്ങനല്ല മുടക്കേണ്ടത്. ആര് മുടക്കി? അപ്പൊ അവര് നല്ല ബന്ധം ഉണ്ടായിരുന്നു ഒരു 5-8 വർഷം മുമ്പ് വരെ. 4 വർഷം മുമ്പ് വരെ. അത് കഴിഞ്ഞ് കോടതി വിധി അനുസരിച്ച അത് പാടില്ലെന്ന്, പിന്നെ അങ്ങനെ ബിഷപ്പ്മാരെ ഇപ്പോഴായിട്ട് വാഴിക്കാൻ പറ്റാതെ പോയത്. 4 വർഷമല്ല, മൂവാറ്റുപുഴയിലെ അവസാനത്തെ ബാബ, അന്ത്യക്കാരെ ബാബയുടെ പ്രതിനിധി ഒരു ബാബ പുള്ളി മരിച്ചതിന് ശേഷം അവർക്ക് പിന്നെ ബിഷപ്പിനെ വാഴിക്കാനും പറ്റാതെ പോയി, ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാം. ഇപ്പൊ അങ്ങനെ അവർക്കൊരു ഭാവി തന്നെ നമ്മുടെ ഇതിനകത്ത് ചേരാന്ന് പണ്ട ഒരു ഡിസിഷൻ എടുത്തതാണ് പുള്ളി പറയുന്നത്. കത്തോലിക്ക മലങ്കര സഭ എന്ന് പറയുന്നത് നമ്മുടെ ആണല്ലോ. നമ്മുടെ ചേരാൻ പറ്റും. സീറോ മലയാളത്തിൽ ആരും ചേർക്കാൻ പറ്റും. കേരളത്തിൽ ഈ പറഞ്ഞ ഇതിന് അധികാരമുള്ളത് ആരാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മള് സാധാരണ ചെയ്യുന്ന ഓർത്തഡോക്സ് പള്ളിയോ പാത്രക്കേസ് പള്ളിയോ ഉള്ളതിന്റെ അടുത്ത് ഒരു ചെറിയ പള്ളി നമ്മൾ വെക്കുക. അടി വെക്കുമ്പോൾ കുറച്ച് കിട്ടുമല്ലോ. എങ്ങനെയാ ആര് പറഞ്ഞു? വിശ്വാസം ഉണ്ടല്ലോ. ഈ സെയിം വിശ്വാസം തന്നെ, അധികാരത്തിന്റെ വിശ്വാസം. പിന്നെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. അവര് തമ്മിൽ അടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ ഇവിടെ മാകത്താനത്ത് കുറച്ച് പേര് നമ്മുടെ തിരുവല്ലാരൂർ ബിഷപ്പിനോട് പറഞ്ഞിട്ട് അവിടെ പള്ളി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞു എന്നോട് പള്ളിയിൽ വെച്ച് നമ്മുടെ അച്ഛനെ ഇപ്പം പോയി വിളിക്കൊണ്ട് അങ്ങനെ ഊരിയേ ഉണ്ട്. മന്ത്രിസുകാർ പോകുന്ന ഏരിയ ഉണ്ട്. അവര് മാത്രം വയ്യാണ് നേരത്തെ വന്നതാണ്.
8 ദിവസത്തിനുള്ളിൽ കുമ്പസാരിച്ചാൽ മതി. വീഞ്ഞ് ഉള്ളെങ്കിൽ ഘനമായ പാപമുണ്ടെങ്കിൽ സമ്മതിക്കുക. അല്ലെങ്കിൽ ഫോളോ ഇതുപോലുള്ള റെവലേഷൻ നമുക്കിപ്പം ശരിയായിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ബാക്കി റെവലേഷൻ കാര്യം എല്ലാത്തിനും തെളിവ് കൊടുക്കാനൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറയില്ല, നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ഇനി മനസാക്ഷിയുടെ ഇൻഫർമേഷൻ അത് വേറെ. ഇപ്പൊ ഉദാഹരണമായിട്ട് പാപം നമ്മുടെ പിന്നെ ഇന്നല്ല പിന്നെ പ്രത്യേകിച്ച് ന്യൂസ് വല്ലതും ഉണ്ടോ? എന്നാ നയതന്ത്രം വിജയം കണ്ടില്ലെങ്കിൽ സൈനിക നടപടി.